മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 127:3 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കുടുംബം അത് സ്നേഹത്താൽ നിർമ്മിച്ച ഒരു ലോകം തന്നെയാണ്. അച്ഛൻ എന്ന ശിഖരത്തിലും അമ്മ എന്ന വേരിലും വിരിഞ്ഞ പൂക്കളാണ് മക്കൾ. നമ്മൾ ചേക്കേറുന്ന നമ്മുടെ മാത്രമായൊരിടം, സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കുടുംബം. ബാല്യം മുതൽ മക്കൾക്ക് എങ്ങനെ യേശുവിനെ കൊടുക്കണമെന്നും അവരെ എങ്ങനെ ആത്മീയതയിൽ സമ്പന്നരാക്കാമെന്നും കാണിച്ചു തരുന്ന ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. പ്രാർത്ഥനയോടെ നമുക്കും അവരോടൊപ്പം ആയിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം തിരുവചനം: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന, ജപമാലയെ ചേർത്തു നിർത്തുന്ന, വചനം പഠിക്കുന്ന, വചനത്തിൽ വളരുന്ന ഒരു കുടുംബം. കുടുംബനാഥൻ ജോജി, കുടുംബനാഥ ബിജി. 4 മക്കൾ: കെൽവിൻ, കെയ്റ്റ്ലിൻ, കെയ്ലിൻ ആൻഡ് കെയോൺ. കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ജോജി ചേട്ടനും ആതുര ശുശ്രൂഷ രംഗത്ത് ആയിരിക്കുന്ന ബിജിയും എന്നും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുവാൻ, ജപമാല എന്നും ചൊല്ലുവാൻ, സക്രാരിക്ക് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ. ഈശോയെ ജീവനും ജീവിതവുമായി കാണുന്ന ഇവർക്ക് ഇവരുടെ ജീവിതം തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഏവർക്കും ഈ കുടുംബം ഒരു മാതൃകയാണ്. ഒരു നിമിഷം നമുക്ക് കടന്നു ചെല്ലാം ഇവരുടെ ജീവിത വഴിത്താരകളിലേക്ക്. സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തോലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000
എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിനിൽ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിന്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസംഘത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. ഞാൻ ജെൻസി, ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിലെ അംഗമാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മൾ മുൻപേ കണ്ട ആ കുടുംബത്തോടൊപ്പമാണ്. നമുക്ക് അവരിലേക്ക് പോവാം. ജോർജ് ചേട്ടൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ബിജി നഴ്സസ് മിനിസ്ട്രിയിലെ സർവീസ് ടീം മെമ്പറാണ്. 4 മിടുക്കരായ മക്കൾ. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. നിങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയിൽ ചേർന്ന് ഈശോയുടെ വലിയ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്നും കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് എല്ലാവർക്കും ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ടോ ബിജി? ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല ജെൻസി. കോവിഡ് തുടങ്ങിയ കാലം മുതൽ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി 91 സങ്കീർത്തനം 9 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് എല്ലാവർക്കും കാണാപ്പാടം അറിയാം. എങ്കിലും ഞങ്ങളെ ഏകാഗ്രതയും ഭക്തിയൊക്കെ കിട്ടാൻ വേണ്ടി പേപ്പറിൽ നോക്കി തന്നെയാണ് ചെല്ലാറുള്ളത്. ഓക്കെ, അതാണല്ലേ. കുടുംബ പ്രാർത്ഥന എന്നുള്ളത് കുടുംബാംഗങ്ങൾ എപ്പോൾ ഒന്നിച്ചു ചേരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന. ബിജിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട്, പിള്ളേർക്ക് പഠന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു 3:30 മണിയോടുകൂടി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തും. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം അല്ലേ? അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഒരുമിച്ച് വരുന്ന അന്നേരം കുടുംബ പ്രാർത്ഥന ചെല്ലാം. ഇതൊരു നല്ലൊരു ആശയമാണ് കേട്ടോ. നമ്മളെപ്പോലെ ഷിഫ്റ്റ് ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നവർക്ക് സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കുചേരാൻ പറ്റാറില്ല. ആ ഒരു കാരണം കൊണ്ട് ഒരിക്കലും കുടുംബ പ്രാർത്ഥന നമ്മൾ മാറ്റി വയ്ക്കാൻ പാടില്ല. ഇവർ തരുന്ന ഒരു ആശയം നമുക്ക് മാതൃകയാക്കാം. പരിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണല്ലോ അല്ലേ? എന്നും രാവിലെ കുഞ്ഞുങ്ങളെയും ചേർത്ത് കുർബാനയ്ക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട്. പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് എന്നും ഒരു വലിയ ശക്തിയും ബലവും ഒക്കെ ആയിരുന്നു. പരിശുദ്ധ കുർബാനയിലുള്ള ഈ സജീവ പങ്കാളിത്തം ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളാണേലും യൂണിഫോമൊക്കെ ധരിച്ചാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക. അതിനുശേഷമാണ് ഇവർ സ്കൂളിലേക്ക് യാത്രയാവുക. ഇതിൽ നിന്ന് പരിശുദ്ധ ബലിയിലുള്ള ഈ സജീവ പങ്കാളിത്തം എനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ഈശോ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. അനുദിനമുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമുക്ക് ഒത്തിരി ആത്മീയവും ശാരീരികവുമായ സൗഖ്യങ്ങൾ കിട്ടുന്നുണ്ടല്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന്. ഈ ഒരു വലിയ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കാൻ പറ്റുക? തീർച്ചയായും. നമ്മുടെ ഈ 5ാം ക്ലാസ്സുകാരൻ കെയോൺ വിശുദ്ധ ബൈബിളും ഒരു പേനയും ഒക്കെ ആയിട്ട് നഴ്സസ് കൂട്ടായ്മയിലും പള്ളിയിൽ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ ഏറ്റവും ഫ്രണ്ട് റോയിൽ നല്ല മിടുക്കനായിട്ടിരുന്ന് വചനം പഠിക്കുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. എല്ലാവരും ബൈബിള് വായിച്ച് സമ്പൂർണ്ണ ബൈബിള് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ ബൈബിള് വായിച്ചു കഴിഞ്ഞു ജെൻസി. കെയോൺ ആണെങ്കിൽ ഈ വർഷം ആതിർബാന സ്വീകരണത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു സമ്പൂർണ്ണ ബൈബിള് വായിക്കണമല്ലോ. അവനും വായിച്ചു കഴിഞ്ഞത്. അതുപോലെ നഴ്സുമാരുടെ ഹസ്ബൻഡുമാരുടെ ഒരു സ്നേഹ കൂട്ടായ്മയുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ വൈകിട്ട് സൂമിൽ ഞങ്ങൾ ഒത്തുചേരും. ഒരു ദിവസം 4-5 അധ്യായം വായിക്കും. ബൈബിള് എല്ലാവരും ഒന്നിച്ചേർന്ന് വായിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു 3 പ്രാവശ്യം ഇപ്പോൾ അത് ഫിനിഷാക്കി. 4ാമത്തെ ഇപ്പം റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമില്ലാതെ ആർക്കും ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാനും അതിന്റെ പൊരുൾ ഗ്രഹിക്കാനും പറ്റുകയില്ല അല്ലേ?
നമുക്ക് ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ബൈബിൾ വായന മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഷെയറിംഗ് ഉണ്ടോ? അല്ല, ഞങ്ങൾ ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ആരുടെയും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടിക്കഴിയുമ്പോൾ അതൊരു ചെറിയ സാക്ഷ്യപ്പെടുത്തലും ഒക്കെ ഈ കൂട്ടായ്മയിൽ, ഒരു പരസ്പരമുള്ള ഷെയറിംഗ് ഒക്കെ ഈ കൂട്ടായ്മയിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഓ, ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആ കൂട്ടായ്മയെ. ഇനിയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരു കുടുംബത്തിന് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടാലോ? തീർച്ചയായും. ഹായ് ജോയ് ചേട്ടാ, ബി ചേച്ചി, ഹായ് മക്കളെ, സുഖമല്ലേ? എൻ്റെ പേര് ലൈജു. ഞാൻ ആൻസി. ഞങ്ങൾ രണ്ടുപേരും ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളാണ്. ഈ കൂട്ടായ്മയിൽ നിന്ന് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ് ഈ കുടുംബം. ഒരു കുടുംബ സുഹൃത്ത് എന്നതിലപ്പുറം ഞങ്ങളുടെ സ്വന്തം ചേട്ടനും ചേച്ചിയുമായിട്ടാണ് ഞങ്ങൾ ഇവരെ കരുതുന്നത്. കുടുംബങ്ങളിൽ 1-2 മക്കൾ ഒതുങ്ങുന്ന ഈ കാലത്ത് ദൈവം തന്ന 4 മക്കളെയും സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവഭയത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തുന്ന നല്ല മാതാപിതാക്കളാണ് ഇവർ. പരിശുദ്ധ അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ തിടുക്കത്തിൽ പുറപ്പെട്ടതുപോലെ ഇവരുടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും ഒരു തിടുക്കത്തിലുള്ള യാത്ര നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ നമുക്ക് ഏത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും ഓടിയെത്തുന്ന ഒരു ചേട്ടനാണ് ജോയ് ചേട്ടൻ. ഒരു അമ്മ എന്ന നിലയിൽ കുഞ്ഞുമക്കളെ സ്നേഹത്തോടെയും വിശ്വാസത്തോടും കൂടി ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. സ്വന്തം മക്കളെ എങ്ങനെ വളർത്തുന്നുവോ അതുപോലെ പരിപാലനയിലും സ്നേഹത്തിലും പലപ്പോഴും ഞങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബി ചേച്ചി ഞങ്ങളുടെ മക്കളെ ശുശ്രൂഷിക്കാറുണ്ട്. ദൈവം ഈ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ലൈജു ആൻഡ് ആൻസി. ഗോഡ് ബ്ലെസ് യു. നഴ്സസ് മിനിസ്ട്രിയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമല്ലേ നിങ്ങളുടേത്? നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ? അതിനെന്താടാ, നമുക്ക് ഒരു ചായ കുടിച്ചിട്ടാകാമല്ലോ. ആയിക്കോട്ടെ. ബിജി നമ്മുടെ കൂട്ടായ്മയിൽ ഒത്തിരി ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ കുടുംബമായിട്ട് ഒരുമിച്ച്, പ്രത്യേകിച്ച് ജോയിച്ചേട്ടനും എല്ലാം എത്ര ഭംഗിയായിട്ടാണല്ലേ ഓരോ പ്രവർത്തനങ്ങളിലും വരാറുള്ളത്. എങ്ങനെയാണ് കുടുംബം മുഴുവനായിട്ട് ഇത്ര ആത്മീയമായ ഒരു വിശ്വാസത്തിലേക്ക് വളർന്നു വന്നത്? യാക്കോബ് ശ്രീയുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആമേൻ. മാതാപിതാക്കൾ ചെറുപ്പം മുതലേ ഞങ്ങൾക്കൊരു ആത്മീയ അടിത്തറ കിട്ടി വളർത്തിയവരാണ് ഞങ്ങൾ. ചെറുപ്പം മുതലേ ദേവാലയത്തിലെ ദിവ്യബലികളിലും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളിലും ഇടവക പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. ഏതാണ്ട് 9 വർഷത്തോളമായി ഞങ്ങൾ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളാണ്. അവിടുന്ന് കിട്ടിയ ആ സ്നേഹ കൂട്ടായ്മ ഞങ്ങളെ കൂടുതൽ ആത്മീയമായി വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രി സംഘടിപ്പിച്ച ഒരു നല്ല ഫോർമേഷൻ പ്രോഗ്രാമായിരുന്നു ക്രിസ്റ്റോ സെൻട്രിക് നേഴ്സസ് ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. ഇതിലൂടെ യഥാർത്ഥ ഈശോയെ നാം കണ്ടെത്തി ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നമുക്ക് നയിക്കാൻ പറ്റി. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: വിത്ത് ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ലൈക്ക് ക്രൈസ്റ്റ്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ആ ബോധ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അത് ചോദിച്ചേട്ടാ, ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ സഹായിച്ചു അല്ലേ? ഇന്നത്തെ തലമുറയെ ആത്മീയമായിട്ട് വളർത്താൻ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് എന്താണ് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുക? ബിജു പറഞ്ഞല്ലോ, നമുക്ക് ഒരു ആത്മീയ അടിത്തറ കിട്ടി വളർന്ന ആൾക്കാർ, അല്ലെ നല്ല വിശ്വാസം ലഭിച്ചവരാണെന്ന്. അതേ വിശ്വാസം കലർപ്പില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ചുമതലപ്പെട്ടവരും കടപ്പെട്ടവരുമാണ്. അത് എത്ര ചെറുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു അത്രയും നല്ലത്. അവരതിൽ നിലനിൽക്കും എന്നാണ് നമ്മുടെ അനുഭവം. അതെ അതെ, അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം അല്ലേ? ബിജി നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് അവിടെ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. 4 മക്കളുടെ അമ്മയാണ്. കുടുംബത്തിൽ ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട്. ജോലി സ്ഥലത്തെ കാര്യം പറയണ്ടല്ലോ, അവിടെയും ഉണ്ട് നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ പള്ളിയിൽ മെഡിക്കൽ ടീം ലീഡ് ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഞാനും എൻ്റെ കുടുംബവും ഈശോയെ കൂടുതൽ അറിഞ്ഞപ്പോൾ, ഈശോയിലേക്ക് കൂടുതൽ ആഴത്തിൽ വളർന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനവും നിറഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ഭാരമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ഈശോയുടെ സ്നേഹം നമ്മുടെ ജോലി മേഖലകളിൽ എങ്ങനെ നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുക? ആദ്യമൊക്കെ ജോലി എൻ്റെ ഒരു ജോലിയായിട്ട് മാത്രം കണ്ടിരുന്ന ഞാൻ ഈശോയെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈശോയുടെ ഒരു ശുശ്രൂഷയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ, രോഗികളിലേക്ക് കൂടുതൽ കരുണയോടെ പെരുമാറാനും അവരിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനും സാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുപോലെ സന്തോഷം സമാധാനം കുടുംബത്തിൽ നിറഞ്ഞു. ഈശോ അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ എന്നെ കാണാത്തപ്പോൾ അവർ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും നമ്മൾ ഈ അറിഞ്ഞ ഈശോയുടെ നമ്മുടെ സ്നേഹം, ഈശോയുടെ കരുണയൊക്കെ
പ്രാർത്ഥനയിലൂടെ ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ജെൻസി. ഞാൻ കോവിഡ് ഡ്യൂട്ടി ചെയ്ത സമയത്ത് എൻ്റെ ഒരു രോഗി വെന്റിലേറ്ററിലായിരുന്നു. 10-18 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്നും ജപമാല ചൊല്ലിയും അതുപോലെ തന്നെ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയും പ്രാർത്ഥിക്കുമായിരുന്നു. ചെവിയിൽ അടുത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ബോധാവസ്ഥയിലായിരുന്ന ആ സമയത്ത് അത് കഴിഞ്ഞ് രോഗസൗഖ്യം കിട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നൊരു സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അത് പരിശുദ്ധ അമ്മ വന്നൊന്ന് സൗഖ്യം കൊടുത്തതായിട്ടൊരു ഫീലിംഗ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ ചെവിയുടെ അടുത്ത് നിന്ന് അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്തും അവർക്കതൊക്കെ കേൾക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. അതെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മ ഒരിക്കലും കൈവിടുകയില്ലല്ലേ. നമ്മളിലൂടെ ഈശോയുടെ ആ സൗഖ്യദായക ശുശ്രൂഷയിൽ നമ്മളെ പങ്കുകാരാക്കി ഈശോയുടെ സൗഖ്യം അവരിലേക്ക് ഒഴുകി. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 25-ാം സങ്കീർത്തനം 12-13 തിരുവചനങ്ങളിൽ നാം കാണുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ആരോ അവൻ നടക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു, അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. ആമേൻ. ഇനി നമുക്കൊന്ന് മക്കളുടെ അടുത്ത് പോയി സംസാരിച്ചാലോ? തീർച്ചയായും. ആഹാ, നിങ്ങൾക്ക് വയലിനൊക്കെ പ്ലേ ചെയ്യാൻ അറിയാമോ? ഞങ്ങൾ 4 പേരും പഠിക്കുന്നുണ്ട് ആൻറ്റി, പക്ഷെ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതെയോ? പക്ഷെ നന്നായിട്ടിരുന്നു കേട്ടോ. ഇനിയും ഒത്തിരി നന്നായിട്ട് വയലിനൊക്കെ പഠിച്ച് ഈശോയ്ക്ക് വേണ്ടി വായിക്കുന്ന മക്കളാകട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ കിയോൺ കുട്ടൻ്റെയും കെയിലിൻ്റെ അടുത്തേക്ക് പോയാലോ? ഹായ് കെയിലിൻ ആൻഡ് കിയോൺ, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. കെൽവിൻ ഇപ്പോ നാട്ടിലല്ലേ മോനെ പഠിക്കുന്നത്? അതെ ആന്റി, നാട്ടിലാണ് പഠിക്കുന്നത്. ഇപ്പൊ വെക്കേഷൻ വന്നു. ആ ഓക്കെ. ഇനി കെയ്റ്റ്ലിൻ മോളും നാട്ടിലേക്ക് പോവാല്ലേ ചേട്ടായിയുടെ കൂടെ പഠിക്കാനായിട്ട്? അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഇവിടെ ആയിരുന്നെങ്കിൽ ഇവരുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു, പിന്നെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പിന്നെ കേളിയുടെ ഓട്ടോ സർവീസിലൊക്കെ കയറായിരുന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ മിസ്സാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതൊന്നും വിഷമിക്കേണ്ട വീട്ടില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ എല്ലാ ദിവസവും രാവിലെ കുർബാനയുണ്ട്, പിന്നെ വൈകിട്ട് ഗ്രോട്ടോയിലോട്ടായിരുന്നു ജമാലയുണ്ട്, പിന്നെ നിത്യാരാധന ചാപ്പലുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഈശ്വരനെ കാണാം. പിന്നെ നമ്മൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്, നാട്ടിൽ ചെന്ന് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷമം പോലെ ഇരിക്കും. ആ ചേട്ടായി പറഞ്ഞത് ശരിയാണ്. പിന്നെ ചേട്ടായി ഉണ്ടല്ലോ അവിടെ എല്ലാത്തിനും ഗൈഡ് ചെയ്യാൻ. ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് ഇവിടെ സ്പോർട്സിലൊക്കെ നല്ല മിടുക്കിയാണല്ലേ? ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ? അതെ ആൻറ്റി, ഇവിടെ എനിക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നെ ശക്തനാക്കുന്നതിനോട് ഒരിക്കലും ചെയ്യാൻ സാധിക്കുമെന്ന വചനം പ്രാർത്ഥിച്ച മാതിരി ഈശ്വരൻ്റെ വഴികളെല്ലാം ശരിയാക്കി തന്നു. അതെ അതെ, അത് കറക്റ്റാണ് കേട്ടോ. ഈശോ എല്ലാം നോക്കിക്കോളും. ഇവിടെ നഴ്സസ് മിനിസ്ട്രിയിലെ ആൻറ്റിമാരൊക്കെ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ? ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് നിങ്ങളെ ശക്തിപ്പെടുത്തിക്കോളാം. എന്നാലും നഴ്സറിയിലെ ആക്ടിവിറ്റീസും ഫ്രണ്ട്സിനെയൊക്കെ മിസ്സാവും. അത് ശരിക്കും ഒരു മിസ്സിംഗ് ആണ്. അത് ശരിയാണ്. കെയിലിനും കിയോൺകുട്ടിനും ബൈബിൾ വായിക്കുകയാണോ? അതെ ആന്റി, ഞാൻ മിസ്റ്റർ നായ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ചേച്ചിമാരാണോ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മോനെ? ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വിസ്ഡം 9 കാണാപ്പാടം അറിയാം. അതെയോ? വിസ്ഡം 9 ചാപ്റ്റർ ഫുൾ അറിയാവോ? ഓ, ഈശോയുടെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണല്ലേ കുഞ്ഞു പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ ജ്ഞാനത്താൽ കുഞ്ഞു വളരട്ടെ കേട്ടോ. നമ്മുടെ ഈ ആഴ്ചത്തെ നഴ്സസ് മിനിസ്ട്രിയിൽ എന്തായിരുന്നു, നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചതും കേട്ടതും ഒക്കെ? പരിശുദ്ധാത്മാവിനെ കുറിച്ച്. വെരി ഗുഡ്. സാറ്റർഡേ ഫെലോഷിപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ടൈമാണ്. അത് കുറെ സമ്മാനങ്ങൾ കിട്ടുന്നോണ്ട് അവന് ക്വസ്റ്റ്യൻ ടൈം ഭയങ്കര എപ്പോഴും ഫ്രണ്ടിലിരുന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലേ? അപ്പൊ മോൾക്ക് ഏതാണ് ഇഷ്ടം? അങ്കിൾമാരും ആന്റിമാരും പറയുന്ന ടെസ്റ്റ് മണി എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ. ഇത് ആരുടെ പടമാക്കി ഉണ്ട് ബൈബിളിലുള്ളത്? ഇത് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പടം. വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധനാ. അതെയോ? ഓ, നന്നായിട്ട് പഠിക്കുന്ന, വചനം പഠിക്കുന്ന, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മിടുക്കനായ കുഞ്ഞാണല്ലേ? വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ നല്ല വിശുദ്ധനായ ഒരു വൈദികനാകട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കാൻ കേട്ടോ. ഇനി നിങ്ങളോട് എല്ലാവരോടും കൂടി ആൻറ്റി ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. പേഴ്സണൽ പ്രയർ ചെയ്യണം. കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യണം. എന്നും ബൈബിൾ വായിക്കണം. ഈശോയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കണം. വെരി ഗുഡ്, ഗ്രേറ്റ്. മക്കളെ, ദൈവസ്നേഹമാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ നയിക്കുന്നത്.
നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് കിട്ടിയ ദൈവസ്നേഹം നിങ്ങളിലേക്ക് അതുപോലെ പകർന്നു തന്നു അല്ലേ? ബാലനായ ഈശോയെ കുറിച്ച് ബൈബിളിൽ എന്താണ് നമ്മൾ പറയുന്നത്? ലൂക്ക 2:52 ഈശോ ന്യായത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. ആമേൻ. അതുപോലെ ഈശോ വളർന്ന പോലെ നിങ്ങളും ഇനിയും ഒത്തിരി ഈശോയിൽ വളരട്ടെ കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ അപ്പായും അമ്മയും കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കാനും നിങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരാനും ഒക്കെ പറ്റിയതിൽ ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഇനിയും ഒത്തിരി ഈശോ ഈ കുടുംബത്തെ ആത്മീയമായിട്ട് വളർത്തട്ടെ. താങ്ക് യു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവാശ്രയ ബോധമുള്ള, നല്ല ബോധ്യങ്ങളുള്ള, പ്രാർത്ഥനയിൽ പ്രബുദ്ധരായ ഇതുപോലുള്ള നല്ല കുടുംബങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് തന്നെ മാതൃകയായ ഊർജ്ജസ്വലരായ ഇവരെ പോലെയുള്ള കുഞ്ഞുമക്കൾ സമൂഹത്തിനും സഭയ്ക്കും മുതൽക്കൂട്ടായി വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ആയിരിക്കുന്നിടത്ത് ഇവരെ പോലെ വ്യത്യസ്തരാകുവാൻ നമുക്ക് സാധിക്കട്ടെ. വിവേകത്തോടെ ചിന്തിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് നമുക്കും വിശുദ്ധരാകാം. കുടുംബത്തിന്റെ വക്താവായ വിശുദ്ധ ചാവറയച്ചൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സദൃശ്യമാകുന്നു. ഏതൊരു പ്രതിസന്ധിയിലും രോഗാവസ്ഥയിലും തങ്ങൾക്കുള്ളതെല്ലാം പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യനാഥനോട് സമർപ്പിച്ച് ജീവിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ക്രിസ്തുവിലുള്ള നല്ല പെരുമാറ്റവും ജീവിതശൈലിയും നമ്മിലേക്കും പകരപ്പെടട്ടെ. അതോടൊപ്പം പരിശുദ്ധ കുർബാനയോടുള്ള ആ വലിയ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്കും അത് ചൊരിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ കൃപയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയുമാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.